ഹായ്, ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരു പിടി സ്പിനാച്ച്, അതായത് പാലക് ചീര, നോർത്ത് ഇന്ത്യക്കാരാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പാലക് ചീര എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു പിടി ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു സവാള അരിഞ്ഞെടുക്കുക. പിന്നെ 4 പച്ചമുളക്, ഒരു 4 വെളുത്തുള്ളി, അതും കൂടി അരിഞ്ഞെടുക്കുക. നാല് പച്ചമുളകും ഒരു 4 വെളുത്തുള്ളി അല്ലിയും കൂടി അരിഞ്ഞെടുക്കുക. എന്നിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 1/4 സ്പൂൺ കടുകും ഒരു 1/4 സ്പൂൺ നല്ല ജീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക് ചീര അതിനകത്തേക്കിട്ട് വഴറ്റുക. ഒരു ഹാഫ് വേവ് ആവുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് കഴിയുമ്പോൾ പാനിൻ്റെ നടുഭാഗത്ത് ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ വഴറ്റിയെടുക്കുക. ഒന്ന് ഡ്രൈ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനകത്തേക്ക് ഒരു പിടി ചെറുതായി ചിരകിയെടുത്ത തേങ്ങ ഇട്ട് കൊടുത്ത് അതും ഒന്ന് വഴറ്റിയെടുക്കുക. തോരൻ നന്നായി ഒന്ന് ഡ്രൈ ആവുമ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ താല്പര്യമുള്ളവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ബൈ.